ഇത് 26 മേനി ചോദിക്കുന്നുണ്ട് ഓരോന്നിന്. ആ പാലിലുണ്ട്. കമ്മിയായിട്ടാണ് കൊടുക്കണേ. വില കമ്മിയാക്കിയിട്ടാണ് ഇപ്പൊ കന്ന് കൊടുക്കുന്നത്. രാവിലെ 5 മണി മുതൽ വന്ന കന്ന് 11 മണിയായിട്ടും കച്ചിട്ട മുക്കാൻ നിൽക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള വില ഉണ്ടാവുള്ളൂ. ഇപ്പൊ കുറച്ചൊരു ഡിമ്മാണ്. എന്താ കുറച്ച് ഡിമ്മാണ്, ആളുകളും കുറവാണ്. ഇപ്പൊ ഈ സമയത്തിന്റെയാണ്. ഇപ്പൊ ശബരിമല സീസണാണ്. ഇപ്പൊ വാണിയംകുളം ചന്തയില് ഒരുപാട് പശുക്കളുണ്ട്. എന്താ സൂപ്പർ സൂപ്പർ കുട്ടി. ഇത് കാളക്കുട്ടി അല്ലേ? കാളക്കുട്ടി. എന്താ എന്താ 16,500 കിട്ടുള്ളൂ. എപ്പോഴും കിട്ടില്ല. എപ്പോഴും കിട്ടില്ല. പട്ടണത്തിലൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കിട്ടും. എത്ര കിലോ ഉണ്ടായിക്കോളെ. ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ല HFന്റെ കുട്ടികള്, HFന്റെ കുട്ടികളല്ലേ? ഇതെന്താ ചോദിക്കണേ ഓരോന്ന്? എന്താ ചോദിക്കുന്നത് മേനി? 15 ലാസ്റ്റ് പറയണോ? ഓ ഏകദേശം എന്റെ ഉയരല്ലേ? ഞാൻ ചവിട്ടുവാ കുത്തുവാ. ഇങ്ങനത്തൊക്കെ സൈസ് കാളകൾ വരണമെങ്കിൽ വാണിയംകുളത്ത് തന്നെ വരണം. പാവങ്ങളാണ്, ഒന്നും കാട്ടില്ല. കണ്ട വലിപ്പം കണ്ടാകാണ്ട് നമ്മളിത് കുത്തി മറിച്ചെന്ന് ഒന്നും കാട്ടില്ല. പാവങ്ങളാണ്. വലിയ കന്നുകൾ ഒരുപാടുണ്ട്. ഇവിടെ കച്ചവടം നടക്കാൻ പോകട്ടാ. പൈക്കുട്ടി ഇതെന്താ കഴിക്കണേ? 48 രൂപയ്ക്ക്. 48. ഇത് എത്ര ഉണ്ടാവും? ഇതൊരു 1.60 ഉണ്ട്. 1.60 ഉണ്ടാവും. നിങ്ങൾ എവിടെ നിന്നായിരുന്നേ? വല്ലപ്പുഴ. എന്തായിക്കോട്ടെ. ഒരെണ്ണം തന്നെ കൊടുത്തിട്ടുള്ളൂ. പശുക്കള് അല്ലേ? ഇതെല്ലാം എന്താ ചോദിക്കണേ? ഇത് 26 മേനി ചോദിക്കുന്നുണ്ട് ഓരോന്നിന്. ആ പാലിലുണ്ട്. ഇത് 33. ആ ഇത് പാലുള്ള വഴി 20 റുപ്യ. പാലുള്ള വഴി 20 റുപ്യ. ആ വില കമ്മിയായിട്ടാണ് കൊടുക്കണേ. വില കമ്മിയാക്കിയിട്ടാണ് ഇപ്പൊ കന്ന് കൊടുക്കുന്നത്. രാവിലെ 5 മണി മുതൽ വന്ന കന്ന് 11 മണിയായിട്ടും കച്ചിട്ട മുക്കാൻ നിൽക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള വില ഉണ്ടാവുള്ളൂ. നാട്ടുകാർ ഒരുങ്ങി വന്നു. അൽഹംദുലില്ലാ സുഖമായിരിക്കുന്നു. അങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ കുറച്ചൊരു ഡിമ്മാണ്. എന്താ കുറച്ച് ഡിമ്മാണ്, ആളുകളും കുറവാണ്. ഇപ്പൊ ഈ സമയത്തിന്റെയാണ്. ഇപ്പൊ ശബരിമല സീസണാണ്. അത് കൂടാണ്ട് പിന്നെ അച്ചായന്മാരുടെ ഒരു ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ. മുതലാളിമാരൊക്കെ ഭയങ്കര വിഷമത്തിലും കാര്യത്തിലൊക്കെയാണ്. കന്നുകളുണ്ട്, ആള് കുറവായി. വാങ്ങിക്കാൻ ആള് കുറവാണ്. എപ്പോഴും ആളുണ്ടാവും. പിന്നെ വാണിയംകുളം ചന്തയിൽ പേര് കേട്ട ചന്തയല്ലേ? വേൾഡിൽ തന്നെ അറിയപ്പെടുന്നു. പിന്നെ വേൾഡിൽ അടക്കം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്നേഹിതനെ ഇപ്പോ ഇവിടെ എന്താണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴേ അവിടുത്തെ ആൾക്കാരെ ചോദിച്ചപ്പോ ഈ ചന്തയുടെ കാര്യം അവരാ പറയണത്. അപ്പൊ അത്രയും ഫേമസ് ചന്തയില്ല. വേൾഡിലെ ഏറ്റവും വലിയ ചന്തയാണ് വാണിയംകുളം ചന്ത. ഇപ്പൊ അത് 5 ഏക്കർ, ഇപ്പൊ 3.5 ഏക്കറായി. അതെ അതെ. ഞാൻ ഈ കാറ്റൽ മർച്ചന്റ് റിസീവർ ആണ്.
അപ്പൊ ഇതിലൊന്നും വലിയ നേതാക്കന്മാരെ ഇടപെടില്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാനും മതി. പിന്നെ കമ്പനിക്കാരെ മാത്രല്ല, ഞങ്ങളുടെ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി ആണ് മിസ്റ്റർ മൈദീൻ സാഹിബ്. പിന്നെ അടുത്തത് നമ്മുടെ ഖജാൻജിയാണ് ആദൻ സാഹിബ്. പിന്നെ നമ്മുടെ സെക്രട്ടറി യൂസഫ് ഹാജി. പിന്നെ അങ്ങനെ ഒരുപാട് ഭാരവാഹികളൊക്കെ ഉണ്ട്. ഒരു കൂട്ടായ്മ. പിന്നെ അല്ലാതെ ഒരു എന്താ ഒരു 10,000 മുകളിൽ കാർഡ് തന്നെ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികൾ മാത്രം, തൊഴിലാളികൾ 10,000 മുകളിൽ. ഇനിയും 10,000-15,000 ആൾക്കാർ കേരള മാത്രം, ഓൾ കേരള. ഓൾ കേരള കാറ്റൻ മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ ആണ് ഇതിന് പേരുണ്ടത്.